السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ഒരു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആപത്ത്, ഇടങ്ങേറുകൾ, മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് വെക്കുന്നത് ഒരു ഹദീസാണ്. ഈ ഹദീസിന്റെ കാര്യം എന്ന് പറയുന്നത്, പശ്ചാത്തലം, നമ്മുടെ വീടുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മുടെ റിസ്ക്കിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. റിസ്ക്കിൽ ബറക്കത്തില്ലെങ്കിൽ ആ റിസ്ക്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണിത്. വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ട ഒരു വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വളരെ ഗൗരവമായിട്ട് കണ്ടൊരു വിഷയമാണ്. അന്ന് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, എല്ലാമാണ് ശരി. എങ്കിൽ തന്നെയും അവരുടെ ഭക്ഷണത്തിൽ വല്ലാത്ത ബറക്കത്തായിരുന്നു. ഒരല്പമേ ഉള്ളൂ, പക്ഷെ വല്ലാത്ത ബറക്കത്താ. ഇതുവരെയ്ക്കും നമുക്ക് ബറക്കത്ത് എന്താണെന്ന് ഇതുവരെയ്ക്കും നമുക്ക് തിരിഞ്ഞിട്ടില്ല. എന്താണ് ബറക്കത്ത് എന്ന് പോലും നമുക്ക് തിരിഞ്ഞിട്ടില്ല. അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹം ബറക്കത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തക്ക് യുദ്ധകാലഘട്ടങ്ങളിൽ ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരുന്നപ്പോ സഹാബാക്കൾ മുഴുവനും പട്ടിണി കിടന്നുകൊണ്ട് ഖന്തക്ക് കുഴിച്ചത്. ആ ഖന്തക്ക് കുഴിക്കുന്ന സമയത്ത് തന്നെ ഒരു സഹാബത്ത് വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ വല്ലാതെ വിശന്നിരിക്കുകയാ, അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ? അവിടുന്ന് ഭാര്യ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരല്പം ഭക്ഷണം ഉണ്ടാക്കാം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളടക്കം പട്ടിണിയായി പോകും. മക്കളെ എങ്ങനെ പട്ടിണിക്കിടാൻ പറ്റുന്നത്? നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ മാത്രം വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. അവിടുന്ന് ആ സഹാബി ഓടിച്ചെന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു. അള്ളാഹിന്റെ റസൂൽ നോക്കുമ്പോൾ പാവങ്ങളാകുന്ന സഹാബാക്കൾ മുഴുവനും വയറു വിശന്നിട്ട് പാറക്കല്ല് വെച്ചുകൊണ്ട് കെട്ടിയിട്ടവര് ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ നേതാക്കന്മാര് ചിന്തിക്കേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹിന്റെ റസൂല് ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സഹാബാക്കൾ താഴെ നിന്നിങ്ങനെ ഖന്തക്ക് വലിയ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുക. വയറൊട്ടിപ്പോകുന്ന, എല്ല് തള്ളിയതാകുന്ന സഹാബാക്കൾ മുഴുവനും ദിവസങ്ങളോളം പട്ടിണി കിടന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ, വിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹിന്റെ റസൂൽ അവിടെ നിന്നിട്ട് ആ സ്വഹാബത്തിനോട് പറഞ്ഞു, എന്നെ ഒറ്റയ്ക്കാണോ നീ ക്ഷണിച്ചത്? അതെ, അത്രയേ ഉള്ളൂ നബിയെ. എല്ലാവരെയും കൂടി ക്ഷണിക്കാനുള്ള സാമ്പത്തികം ശേഷി എനിക്കില്ല എന്ന് പറഞ്ഞപ്പോ, ഇന്ന് ഓരോ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരും ചിന്തിച്ചു നോക്കേണ്ട കാര്യമാ. റസൂലുള്ളാഹി തങ്ങളുടെ ആ നേതൃത്വം എത്രത്തോളം അന്തസ്സുള്ള നേതൃത്വമാണ് എന്ന് മനസ്സിലാക്കണം. അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, മോനെ, ഈ പാപങ്ങളാകുന്ന സഹാബാക്കൾ മുഴുവനും ദീനുൽ ഇസ്ലാമിന് വേണ്ടി പട്ടിണി കടന്നുകൊണ്ട് കഷ്ടപ്പെടുമ്പോ അവരൊന്നും കഴിച്ചിട്ടില്ല. അവര് പട്ടിണിയോടുകൂടിയാണ് ഈ പണിയെടുക്കുന്നത്. അവരെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് പോയി ഭക്ഷണം കഴിക്കാൻ കഴിയൂ? നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ ഇവരെ ഒഴിവാക്കി പോയിട്ട് എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ തൊണ്ടയിൽ നിന്ന് ഞാൻ എനിക്കിറങ്ങില്ല. അതുകൊണ്ട് അവരെയും കൂട്ടണം. അള്ളാന്റെ റസൂൽ അവിടുന്നതാ കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ പാറയുടെ മുകളിലേക്ക് കയറി നട്ടത്ത് ഉച്ചത്തി വിളിച്ചുകൊണ്ട് പറയുന്ന, സഹാബത്തേ, അതാ നമുക്ക് വേണ്ടിയിട്ട് ഒരു സൽക്കാരം ഒരുക്കി വെച്ചിരിക്കുന്നു, എല്ലാവരും വരൂ. സഹാബത്ത് മുഴുവനും അവിടുന്ന് കേൾക്കേണ്ട താമസം ഓടി വരികയാണ്. കാണം വിശന്നു വലഞ്ഞിരിക്കുകയാണ്. വയറൊട്ടിയിട്ടതാ കൊടലുമായിട്ട് ചേർന്ന് പോയിരിക്കുന്നു. അത്രത്തോളം വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. സഹാബത്ത് മുഴുവനും ആയുധം അവിടെ വെച്ചിട്ട് വിശന്ന് വലഞ്ഞു പോകുന്ന അസ്ഥിപ്പഞ്ചരങ്ങളാകുന്ന അസ്ഥി തള്ളിയിരിക്കുന്ന സഹാബാക്കൾ മുഴുവനും ഓടി വന്ന് അള്ളാഹിന്റെ റസൂലിന്റെ പിറകെ അങ്ങനെ കടന്നുപോയി. ആ വീടിന്റെ ഉള്ളിലേക്ക് ചെന്നു. അള്ളാഹിന്റെ റസൂൽ ആ സഹാബത്തിനോട് പറയുന്ന, സഹാബാ, നിന്റെ ഭാര്യയോടൊന്ന് പറയണം
ആ കലമുണ്ടല്ലോ, ഇറച്ചിയുടെ കലമുണ്ടല്ലോ, അതൊരിക്കലും അടുപ്പത്ത് നിന്നിറങ്ങാൻ പാടില്ല, അത് തിളച്ചുകൊണ്ടിരിക്കട്ടെ. അള്ളാന്റെ റസൂൽ അവിടെ ചെന്നു. അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തുപ്പുനീർ അതിലേക്ക് തുപ്പി. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അള്ളാന്റെ റസൂല് പറയുന്നു, ഒറോട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒറോട്ടി ചുട്ടുകൊണ്ടിരിക്കുക, കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക, രണ്ടും അടുപ്പത്ത് നിന്നിറക്കാൻ പാടില്ല. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സഹാബത്തിന് മുഴുവനും വിളമ്പിക്കൊടുക്കുകയാണ്, ചുറ്റിനും ഇരിക്കുകയാണ്, എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് കഴിക്കുകയാണ്. അതിൽ നിന്നതാ കോരി കോരി കറി എടുക്കുകയാണ്, ചുട്ടതാ ചപ്പാത്തി എടുക്കുകയാണ്, റൊട്ടി എടുക്കുകയാണ്. അള്ളാന്റെ റസൂലിൻ്റെതായ ഹദീസ് പഠിച്ചാ കാണാം എന്റെ പ്രിയപ്പെട്ടവരെ. ബറക്കത്തെന്ന് പറയുന്നത് ഇതിനാണ്, ബറക്കത്തെന്ന് പറയുന്നത് ഇതിനാണ്. എല്ലാ സ്വഹാബാക്കളും വയറ് നിറച്ചതാ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പോലും ഒറോട്ടി ചുട്ടുകൊണ്ടിരിക്കുന്നു, കറി തിളച്ചുകൊണ്ടിരിക്കുന്നു, ഒരൽപ്പം പോലും അതിൽ നിന്ന് മാറിയില്ല. അല്ലാഹുവേ, രണ്ടുപേർക്ക് മാത്രം കഴിക്കാനുള്ള കറിയും ഒറോട്ടിയും ചപ്പാത്തിയും അത് ആയിരക്കണക്കിനാകുന്ന സഹാബാക്കൾ മുഴുവനും കഴിച്ചു എന്ന് ഹദീസ് കാണുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവേ, നമ്മളെ റിസ്കുകളിൽ നിന്ന് ബറക്കത്ത് മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, പക്ഷേ പൈസ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതൊന്നിനും വിനിയോഗിക്കാതെ ബാങ്കിൽ കിടക്കുകയാ. ആ പൈസയിൽ നിന്നൊരൽപ്പം പോലും വിനിയോഗിക്കാതെ കണ്ട് നമ്മൾ മരണപ്പെട്ടു പോവുകയാ. അതിനാണ് ബറക്കത്തില്ല എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, പക്ഷേ സദഖ ചെയ്യാൻ കഴിയില്ലല്ലോ, പാവങ്ങളെ സഹായിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, മക്കയും മദീനയും കാണാൻ ഭാഗ്യമില്ലല്ലോ, ഇതുവരെയും ഒന്ന് ഹജ്ജ് ചെയ്തില്ലല്ലോ. ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ പൈസയുടെ കാര്യം ഓർമ്മ വരികയാ. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ പൈസയെടുത്ത് ബാങ്കിലിട്ട് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് അവസാനം അസ്റായിൽ വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ, അല്ലാഹുവേ, ഒരൽപ്പം സമയം കൂടി എനിക്ക് തന്നാൽ, ഒരൽപ്പം സമയം കൂടി എനിക്ക് തസദ്ദഖൂ, ഞാൻ സദഖ ചെയ്യാം അല്ലാഹ്, വഅമലൻ സ്വാലിഹാ, സ്വാലിഹായ അമൽ ഞാൻ ചെയ്തു കൊള്ളാം അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് നിലവിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയും, പൊന്നു മോനെ, അതിന് നിനക്ക് ഞാൻ ചാൻസ് തന്നായിരുന്നല്ലോ, അതിന് നിനക്ക് ഞാൻ സമയം തന്നായിരുന്നല്ലോ, അതൊന്നും നീ സമയം ചെലവഴിക്കാതെ കണ്ട് ഈ സമയത്ത് നിന്റെ സമയങ്ങളെല്ലാം അസ്തമിച്ചു പോയ നേരത്ത് ഈ സമയത്ത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ലടാ ചെറുപ്പക്കാരാ. ഈ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല വാപ്പാ. ഒരുപാട് സമയം അല്ലാഹു തന്നായിരുന്നു, ആ സമയങ്ങളിലൊന്നും നീ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. ഈ അവസാന നിമിഷത്തെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയിലെത്തിയപ്പോ ഇനി നിനക്ക് സമയം വേണമെന്നോ? ഇനി നിനക്ക് സമയമില്ല, സമയം മുഴുവനും കഴിഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ സമ്പത്തിൽ ബറക്കത്തില്ലാത്തവരുണ്ട്. മക്കൾക്ക് കൊടുക്കില്ല, മരുമക്കൾക്ക് കൊടുക്കില്ല, ആർക്കും കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ടവര്, അത് ഈ ദുനിയാവ് ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോയാൽ, അതുകൊണ്ട് നിന്റെ മക്കൾ ഹറാമിയത്ത് ചെയ്ത, അത് ഹറാമിലേക്ക് ചെയ്ത, അത് ഹറാമിയത്തിലേക്ക് കടന്നു പോയാൽ ഖബറിൽ വെച്ചുകൊണ്ട് പോലും നിനക്ക് സമാധാനമായി കിടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കാശെന്ന് പറയുന്ന, പൈസ എന്ന് പറയുന്നത്, സദഖ കൊടുക്കണേ, സകാത്ത് കൊടുക്കണേ, ഹജ്ജ് ചെയ്യണേ, ഉംറ ചെയ്യണേ, നല്ല സ്വാലിഹായ കാര്യങ്ങൾ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിന്റെ ഭക്ഷണത്തിൽ ബറക്കത്ത് വേണോ? അന്ന അസ്ഹാബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലൂ
സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുമായിരുന്നു, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നസ്ബു. നബിയേ നബിയേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കും, പക്ഷേ ഞങ്ങളുടെ വയറ് നിറയില്ലല്ലോ നബിയേ. സഹാബത്ത് പറയുമത്രേ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഞങ്ങൾക്ക് വയറ് നിറയുന്നില്ല, ഞങ്ങൾക്ക് മതിയാകുന്നില്ല. പിന്നെയും പിന്നെയും തിന്നണം, പിന്നെയും പിന്നെയും തിന്നണമെന്നുള്ള ചിന്തയല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല റബ്ബേ. എന്തുകൊണ്ടത് സംഭവിക്കുന്നെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ഫലഅല്ലക്കും നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? ഒന്നിച്ചിരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അതായത് നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്നു കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ വീടുകളിൽ എങ്ങനെയാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വാപ്പ ഒറ്റയ്ക്കിരുന്ന് കഴിക്കും, ഉമ്മ ഒറ്റയ്ക്കിരുന്ന് അടുക്കളയിൽ ഇരുന്ന് കഴിക്കും, സഹോദരിമാര് വേറെ സ്ഥലത്തിരുന്ന് കഴിക്കും, പിന്നെയോ ആങ്ങളയുടെ റൂമിൽ ഇരുന്ന് കഴിക്കും. എല്ലാവരും മാറി മാറി ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നിന്റെ ഭക്ഷണത്തിൽ ബറക്കത്തില്ല, നിന്റെ സമ്പത്തിൽ ഒരിക്കലും ബറക്കത്ത് ലഭിക്കില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ വന്ന സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ വേറെ പിരിഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതാ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പള്ള നിറയാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നഅം നബിയേ, ഞങ്ങൾ ഛന്ന ഭിന്നമായിരുന്നു കൊണ്ടാ കഴിക്കുന്നത്, ഓരോരുത്തരായിട്ടാ കഴിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഫജ്തമിഉ അലാ തുആമികും وذكر اسم الله عليه يبارك لكم فيه. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് കഴിക്കണേ. ഭക്ഷണത്തിന്റെ മുന്നിൽ വരുമ്പോ ഒന്നിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനിരുന്ന മഹാനവറുകൾ അതാ ചുറ്റിനും ഇരുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതേപോലെ പിന്തുടരുന്ന മഹാനാണ് മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ്. അവിടുന്ന് വലിയ തളിക എടുത്തുകൊണ്ട് വന്ന് ഭക്ഷണം ഇട്ടിട്ട് എല്ലാവരും ചുറ്റുഭാഗത്തും ഇരുന്നുകൊണ്ട് പറയും, അതാ ഉസ്താദ് അവിടുന്ന് പറയും, ബിസ്മി പറയാ നിങ്ങൾ മറക്കല്ലേ, ബിസ്മി പറയാ നിങ്ങൾ മറക്കല്ലേ, നിങ്ങൾ ബിസ്മി പറയണേ, ഒന്നിച്ചിരുന്നു കൊണ്ട് കഴിക്കണേ. എല്ലാവരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കഴിപ്പിക്കുകയാ. അവിടുന്ന് എങ്ങാനും ഭക്ഷണം നിലത്ത് വീണാല് ആ ഭക്ഷണം എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് മഹാനവറുകൾ അവിടുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു, അതെടുത്തുകൊണ്ട് കഴിക്കുമായിരുന്നു. ഒരു മടിയുമില്ലല്ലോ എന്റെ റബ്ബേ. തന്നെ കാണാമെന്ന ജനങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ടാ കഴിക്കുന്നത്. അവര് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരല്പമെങ്ങാണം താഴെ വീണ ആ ഭക്ഷണം എടുത്തുകൊണ്ട് കഴിക്കുമായിരുന്നു മഹാനവറുകള്. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഇതിലാ ബറക്കത്ത്. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചതല്ലേ, ഈ താഴെ കിടക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അതെടുത്തുകൊണ്ട് കഴിക്കണം. കാരണം അല്ലാഹുവിന്റെ ബറക്കത്ത് ചിലപ്പോൾ ഈ താഴെ വീണു പോകുന്ന ഭക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണം ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയല്ല എന്ന് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കണം. മക്കളും മരുമക്കളും ഭാര്യയും കുടുംബങ്ങളും ഒന്നിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക. കാരണം അങ്ങനെ കഴിക്കുന്നതിലാണ് ബറക്കത്തെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുലൂ ജമീഅ വലാ തഫറഖൂ ഫഇന്നൽ ബറകത മഅൽ ജമാഅ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുലൂ ജമീഅ, ഒന്നിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. വലാ തഫറഖൂ, നിങ്ങൾ ഛന്ന ഭിന്നമാകല്ലേ. ഫഇന്നൽ ബറകത, നിശ്ചയമായും ബറക്കത്ത് എന്നുള്ളത് മഅൽ ജമാഅത്തി,
അത് ജമാഅത്തിനോടൊപ്പമാണ്. ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിലാണ് ബറക്കത്ത്, കൂട്ടമായി കഴിക്കുന്നതിലാണ് ബറക്കത്ത്. അതിലാണ് അല്ലാഹു ഖൈർ നൽകുന്നത്. ജമാഅത്തായി ദുആ ചെയ്യുക, അതിലും ബറക്കത്തുണ്ട്. ജമാഅത്തായിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുക, അതിലും പ്രത്യേകമായ ബറക്കത്തുണ്ട്. അല്ലാഹുവിന്റെ ഖൈറായ എല്ലാ കാര്യങ്ങളിലും ജമാഅത്തായി നിങ്ങൾ ചെയ്തു നോക്ക്, അതിന് വല്ലാത്ത ബറക്കത്താണ്. നിസ്കാരത്തിലെ ജമാഅത്തായി നിസ്കരിക്കുന്നതിനാണ് 27 ഇരട്ടി പ്രതിഫലം കൂടുതലുള്ളത്. അതിലും അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. ജമാഅത്തായി നിസ്കരിക്കുക, ജമാഅത്തായി ഭക്ഷണം കഴിക്കുക, ജമാഅത്തായി ദിക്ർ ചൊല്ലുക, ജമാഅത്തായി ദുആ ചെയ്യുക. ഇങ്ങനെ ജമാഅത്തായി ചെയ്യുന്നതിന് പ്രത്യേകമായ ബറക്കത്തുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എവിടേക്കെങ്കിലും നിങ്ങൾ പോകുമ്പോ, പരിചയമില്ലാത്തതാകട്ടെ പരിചയമുള്ളതാകട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ഒറ്റ തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യില്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ജമാഅത്തായിട്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ, ഒന്നിച്ചു വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. അത് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തും, മറ്റുള്ള ഹിംസ്ര ജന്തുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ശൈത്വാനിയത്തിന്റെ ഇടപെടലുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് നമ്മൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള ഭക്ഷണത്തിലുള്ള ബറക്കത്ത് അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെല്ലാം മൊബൈൽ നോക്കിയിട്ട് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക, ഭാര്യ മൊബൈൽ നോക്കി അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക, ഉപ്പാണെങ്കിൽ സിറ്റൗട്ടി മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും ഓരോ മൊബൈലും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടുക, എല്ലാവരും ഒറ്റയ്ക്കിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഇസ്മ നിങ്ങൾ ചൊല്ലണം, ബിസ്മി ചൊല്ലണം. ആ സമയത്ത് മൊബൈൽ നോക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല. ഇപ്പോഴത്തെ ഫാഷനാ മൊബൈൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ട്. ആ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാൻ മറന്നുപോയി. മൊബൈൽ നോക്കിയിട്ട് ഹറാമിയത്തും കണ്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന ഭക്ഷണം വാരി തിന്നുന്നത്. ചിന്തിച്ചു നോക്ക്. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഭക്ഷണം. ആ അനുഗ്രഹമാകുന്ന ഭക്ഷണം മൊബൈലിൽ കൂടി ഹറാമിയത്തും തോന്നിവാസങ്ങളും വാദ്യോപകരണങ്ങളും കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് അള്ളാഹുവിനെ നിന്ദിച്ചുകൊണ്ടാണ് നീ ഭക്ഷണം വാരി കഴിക്കുന്നത് എങ്കിൽ ഒരിക്കലും അതിൽ ബറക്കത്തുണ്ടാകില്ല. ഒരിക്കലും അത് ബറക്കത്തുണ്ടാകില്ല. ആ കഴിക്കുന്ന ആഹാരം പോലും എന്റെ പ്രിയപ്പെട്ടവരെ നീ പേടിക്കണം, നീ ഭയപ്പെടണം. അല്ലാഹുവേ ഹറാമിയത്ത് കണ്ടുകൊണ്ട് മൊബൈലിൽ കണ്ടുകൊണ്ട് മൊബൈൽ നോക്കിയിട്ട് അശ്രദ്ധമായി അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് ശുക്ർ പോലും പറയാതെ ആ ഭക്ഷണം വാരി വാരി തിന്നുമ്പോ അത് നിന്റെ ശരീരത്തിൽ ചെന്നിട്ട് നിനക്ക് നൽകുന്നത് രോഗമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതല്ലേ ഇന്ന് ഭക്ഷണം ഇഷ്ടം പോലുണ്ട്, പക്ഷെ അതിനനുസരിച്ച് രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഇഷ്ടം പോലുണ്ട്. ഹോട്ടലിൽ പോയി അല്ലാതെയും വിളിച്ചു വരുത്തിയും ഓൺലൈനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഭക്ഷണം. വീട്ടിൽ വെക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലെങ്കിൽ ഉടനെ ഓൺലൈനിൽ വിളിച്ചു വരുത്തുക ഭക്ഷണം. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, പക്ഷേ അതിനനുസരിച്ച് രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? അല്ലാഹുവേ, അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയടാ, നീ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം ഒരു മരുന്നായിട്ട് നിന്റെ ശരീരത്തിൽ അത് പ്രവർത്തിക്കണമെങ്കിൽ നീ അല്ലാഹുവിന്റെ ഇസ്മ ചൊല്ലിയിട്ട് നീ കഴിക്ക്. എന്നിട്ട് ഇടയ്ക്ക് നീ ചൊല്ലണം അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, നിനക്കാണ് സ്തുതി, നിനക്കാണ് നന്ദി. എന്റെ വയറ് നിറച്ച അല്ലാഹ്, നിനക്കാണ് സ്തുതി എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? നീ കഴിക്കുന്ന ഭക്ഷണം നിനക്ക് മരുന്നായി മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ ഭക്ഷണത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടുത്തും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ റിസ്ഖില്, നമ്മുടെ സമ്പത്തില്, നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബത്തില് അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.